നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മാളയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മാള ആശുപത്രിപ്പടി പയ്യപ്പള്ളി വീട്ടിൽ പരേതനായ ജോഷിയുടെ മകൻ ജുവലാണ് മരിച്ചത്. കഴിഞ്ഞ 26-ന് മാളക്കുളത്തിന് സമീപം ജുവലും സഹോദരൻ ജിവിനും സഞ്ചരിച്ച ബൈക്ക് തെന്നിമറിയുകയായിരുന്നു. തിരുനാൾ പ്രദക്ഷിണത്തിനിടെ ബൈക്കിലേക്ക് പടക്കം പൊട്ടിത്തെറിച്ച് വീണ് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പരിയാരം കടുങ്ങാട് സ്വദേശി മുലയൻകുടിയിൽ ദിവാകരൻ മകൻ ശ്രീകാന്താണ് മരിച്ചത്. ദേഹമാസകലം പൊള്ളലേറ്റ ശ്രീകാന്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പാലപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. കുണ്ടായി ചുളക്കിൽ 64 വയസ്സുള്ള ഭാസ്കരനാണ് പരിക്കേറ്റത്. കാലിനും പുറത്തും പരിക്കേറ്റ ഭാസ്കരൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുണ്ടായി തോട്ടത്തിൽ 25ഓളം ആനകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കാലടി പ്ലാന്റേഷൻ കക്കയം 9-ാം ബ്ലോക്കിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. തോട്ടം തൊഴിലാളികളാണ് രാവിലെ പിടിയാനയുടെ ജഡം കണ്ടത്. പ്രായാധികമാണ് മരണകാരണമെന്ന് കരുതുന്നു. ആഴ്ചകൾക്ക് മുമ്പ് 30-ാം ബ്ലോക്കിൽ ആനയുടെ ജഡം കണ്ടെത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ വീണ്ടും മോഷണം. ചായകട കുത്തി തുറന്ന് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. പടാക്കുളം അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം കാട്ടാക്കുളം പുല്ലാർക്കാട്ട് സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള ചായക്കടയിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ 5:30-യോടെ ചായക്കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ബാലികയെ ബലാത്സംഗം ചെയ്ത പ്രതിക്കും കൂട്ടാളിയായ സ്ത്രീക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ചാവക്കാട് എടക്കടിയൂർ സ്വദേശികളായ അലി, സുഹൃത്ത് സുബൈദ എന്നിവരെയാണ് ചാവക്കാട് അതിവേഗ കോടതി വിധിച്ചത്. കേസിൽ 23 സാക്ഷികളെ വിസ്തരിച്ചു. 31 രേഖകളും മുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കി. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടെന്ന പ്രചാരണത്തെ തള്ളി CC വിപിൻചന്ദ്രൻ. താൻ സെക്രട്ടറിയായുള്ള മണ്ഡലം കമ്മിറ്റി ഇപ്പോഴും തുടരുന്നതായി CC വിപിൻചന്ദ്രൻ പറഞ്ഞു. വിഭാഗീയതയെ തുടർന്ന് വിപിൻചന്ദ്രൻ സെക്രട്ടറിയായുള്ള 21 അംഗ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തുവന്നിരുന്നു. അന്തിക്കാട് കാഞ്ഞാണിയിലും പരിസരത്തും കാട്ടുപന്നികളുടെ സാന്നിധ്യം. വനപ്രദേശമില്ലാതിരുന്നിട്ടും കാട്ടുപന്നികളുടെ സാന്നിധ്യം നാട്ടുകാരിൽ ആശങ്ക പടർത്തുന്നുണ്ട്. മണലൂർ റോഡിലാണ് 2 കാട്ടുപന്നികളെ കണ്ടെത്തിയത്. പുത്തൻപീടിക പാതുവ ആശുപത്രിക്ക് സമീപം CCTV ക്യാമറയിലും കാട്ടുപന്നിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. മാളവടമയിൽ ഓട്ടോറിക്ഷ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കം ഹൈക്കോടതി വരെ എത്തിയിട്ടും ഇതുവരെ തീരുമാനമായില്ല. ഓട്ടോറിക്ഷ പാർക്കിംഗ് ഏരിയയോട് ചേർന്നുള്ള കെട്ടിട ഉടമയാണ് പാർക്കിംഗ് സ്ഥലം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളെ സമീപിച്ചത്. ഇതിനെതിരെ ഓട്ടോ തൊഴിലാളികളും പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. കോട്ടപ്പുറം രൂപതയിലെ സീനിയർ വൈദികനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ ജേക്കബ് കോണത്ത് നിര്യാതനായി. 2017 മുതൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. ഓർമ്മയ്ക്കായി ഒരു തച്ചന്റെ കഥ, കാൽക്കീഴിലെ നിധികുംഭങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.